തൽക്കാലം കൂടുതലൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ സ്ഥലവും സന്ദർഭവും ഒന്നും ഞാൻ നോക്കില്ല. അവളെ വിടർന്നു നിൽക്കുന്ന കണ്ണിൽ നോക്കി ചിരിയോടെ ഇറക്കി പറഞ്ഞതും തെച്ചു മനസ്സിലാക്കാതെ അവനെ നോക്കി. മനസ്സിലായില്ലേ? ഇല്ല. ഇച്ച എന്താ അങ്ങനെ പറഞ്ഞത്? തെച്ചു ഒരിക്കനെ ചോദ്യത്തോടെ നോക്കി. വേറൊന്നുമല്ല, ഞാൻ തുടങ്ങി വെച്ചാ അത് തടയാൻ നിനക്ക് പോലും പറ്റില്ലെന്ന്. പിന്നെ നീ എൻ്റെ നെഞ്ചിൽ തളർന്നു വീണാൽ മാത്രമേ ഞാൻ നിർത്തൂ. അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് വശ്യമായ ചിരിയോടെ ഇറക്കി പറഞ്ഞതും തെച്ചു അവനെ മേഴിച്ചു നോക്കി. പിന്നെ ചോരച്ചുവപ്പ് ഇരച്ചു കയറിയ മുഖം അവനിൽ നിന്നും ഒളിപ്പിക്കാൻ വേണ്ടി അവനെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അത് കണ്ട ഒരു ചിരിയോടെ അവളെ തലയിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് ഇറക്കിയ ഹാളിലെ സോഫയിൽ അവൻ്റെ അടുത്തായിട്ട് അവളെ ഇരുത്തി. അപ്പോഴേക്കും എല്ലാവരും ചുറ്റും വന്നിരുന്നു. പലവിധ ചർച്ചകളും മാറി തിരിഞ്ഞും വന്നും കൊണ്ടിരുന്നു. അതെല്ലാം ഇറക്കിൻ്റെ തോളിൽ കിടന്നുകൊണ്ട് അവൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഈച്ച, ആളുടനെ വരുമോ ഇവിടെ? ഇറക്കിനെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ദച്ചു ചോദിച്ചതും എല്ലാവരും അവരെ ശ്രദ്ധിച്ചു. അതെന്താ ദച്ചുട്ടാ നീ ഇറക്കിനോട് പറഞ്ഞത്? നമ്മളാരും അറിയാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ? അവളെ ശബ്ദം കേട്ടും മാലിസ് ചിരിയോടെ ചോദിച്ചു. ഞാൻ ഇച്ചോട് രേവതി ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെന്തായെന്ന് ചോദിച്ചതാലിമ. അവൾ അവർക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. അതെന്ത് കാര്യ? ജോ അവളെ മനസ്സിലാക്കാതെ നോക്കി. അതിലേ ഇച്ചിരി ഓഫീസിലുള്ള സണ്ണി ചൈനിലെ ആൾക്ക് രേവതി ചേച്ചിയോട് ഒരു ഇഷ്ടമുണ്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ ചേച്ചിയോട് നേരിട്ട് ചോദിച്ചിരുന്നു. പക്ഷെ ആ സമയം ചേച്ചിക്ക് മറ്റൊരു ഇഷ്ടമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വീണ്ടും സണ്ണി ചൈൻ ചേച്ചിയോട് ചോദിച്ചുവെന്ന്. എന്താ തീരുമാനമെന്ന് വീണ്ടും ചോദിച്ചുവെന്ന് തെച്ചു പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി. അതിനിപ്പോൾ എന്താ? ജോ അവളെ തന്നെ നോക്കി. അതുകൊണ്ട് ഞാൻ ഇച്ചയോട് പറഞ്ഞു സണ്ണിച്ചാനെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാകുമ്പോൾ അവർക്ക് കുറച്ചു നേരം സംസാരിക്കാൻ ഒരു അവസരമാകുമല്ലോ. എന്താണ് ചേച്ചിയുടെ മനസ്സിലെങ്കിലും അത് പറയട്ടെ. അതൊരു തീരുമാനമാക്കണമെന്നുണ്ട് എനിക്ക്. അതാ തെച്ചു പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി. നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ? ജോ താടിയിൽ കൈ വെച്ചുകൊണ്ട് അവളെ വീഴ്ച നോക്കി. നിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധി കുറഞ്ഞിട്ടുണ്ട്. ആ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അവൾ കുറുമ്പോടെ പറഞ്ഞിട്ട് ജോയെ നോക്കി. എടി. ജോ അവളെ അടിക്കാൻ വേണ്ടി എഴുന്നേറ്റതും തെച്ചു എരിക്കുന്ന നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവനെ പൊരികമുയർത്തിയെന്ന് നോക്കി. അതുകൊണ്ട് ജോ ഇരുന്ന ഇടത്ത് തന്നെ ഇരുന്നു. അവനെന്തോ പറയാൻ വന്നതും പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് തെച്ചു ചാടി എഴുന്നേറ്റു. അത് സണ്ണി ചൈനായിരിക്കും. ഞാൻ നോക്കാം. തെച്ചു പുറത്തേക്ക് ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. മറിഞ്ഞു വീഴരുത് ദക്ഷ. അവൾ ഓടുന്ന കണ്ട് ഇറക്കി ഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടവൾ തലകുലുക്കി പതിയെ നടന്നു. പോയി ഡോർ തുറന്നപ്പോൾ മുന്നിൽ സണ്ണി. ആ സണ്ണി ചൈൻ വന്നോ? വാ, അകത്തേക്ക് കയറി വാ. ഞാൻ ഒത്തിരി നേരമായി കാത്തിരിക്കുന്നു. ദച്ചു പറഞ്ഞു കേട്ടതും സണ്ണി മനസ്സിലാവാതെ അവളെ നോക്കി. ഓ, ഇങ്ങനെ നോക്കി നിൽക്കാതെ സണ്ണിച്ചയ, കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ദച്ചു പറഞ്ഞിട്ട് അവരുമായി അകത്തേക്ക് കയറി. എറിക്കിനെ കണ്ടതും സണ്ണി നേരെ നിന്നുകൊണ്ട് ഒന്ന് സല്യൂട്ട് ചെയ്തു. രണ്ടുപേരും ഇപ്പോൾ ഡ്യൂട്ടിയിലല്ല, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ആചാരം? ഇങ്ങോട്ട് വാ സണ്ണിച്ചയ. ദച്ചു പറഞ്ഞിട്ട് അവനെ ജോയിയുടെ അടുത്തായി ഇരുത്തി. രേവതി ചേച്ചി, ഇവിടേക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് വന്നേ. വിളിച്ചു പറഞ്ഞു കേട്ടതും അവൻ്റെ കണ്ണുകൾ അടുക്കളയിലേക്കൊന്ന് തിന്നി നീങ്ങി. രേവതി ചേച്ചി, ഇനി ഇവിടെ അധിക ദിവസം ഒന്നും കാണില്ല. പുറത്ത് ആൾക്കൊരു ജോലി റെഡിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾ രണ്ടാളും പരസ്പരം പറഞ്ഞു തീർക്കട്ടെ എന്ന് ഞാൻ കരുതി. അതിനാണിപ്പോൾ ഇച്ചയെ വീട്ടിൽ ഞാൻ സണ്ണിച്ചാനെ വിളിപ്പിച്ചത്. തെച്ചു പറഞ്ഞു കേട്ടാക്കി ഞെട്ടിയിരിക്കുന്നുണ്ട് സണ്ണി. അവനാകെ പരങ്ങിക്കൊണ്ട് ഇറക്കിനെന്ന് നോക്കി. പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ലാപ്പിൽ നോക്കിയിരിക്കുവാണ്. അത് കണ്ടതും സണ്ണിന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് നേരെയിരുന്നു. ആ ദേ ആൾ വന്നല്ലോ. തെച്ചു പറഞ്ഞു കേട്ടാണ് എല്ലാവരും മുന്നിലേക്ക് നോക്കിയത്. അവിടെ നിൽക്കുന്ന രേവതിയെ കണ്ട് സണ്ണി ഒന്ന് ചിരിച്ചു. രേവതി ചേച്ചി സണ്ണിച്ചേനെ കൊണ്ട് പുറത്തു പോയി സംസാരിക്കുക. ഇപ്പം എടുക്കുന്ന തീരുമാനം തെറ്റായിപ്പോയെന്ന് ഒരിക്കലും തോന്നരുത്. അങ്ങനെയായിരിക്കണം കേട്ടോ. തെറ്റ് ചിരിയോടെ പറയുമ്പോൾ രേവതി നിന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് സണ്ണി എന്ന് നോക്കി പുറത്തേക്ക് നടന്നു. എല്ലാവരെയും നോക്കി പുറകെ സണ്ണിയും. ഇനിയിപ്പോൾ അവരായി അവരുടെ പാടായി. ഒരുമിച്ച് ജീവിക്കുന്നെങ്കിലും പിരിയുന്നെങ്കിലും അതെല്ലാം അവരുടെ കാര്യം. ഇതിൻ്റെ പേരിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെ ഒരിക്കലും എനിക്ക് തോന്നരുതല്ലോ. തെച്ച് പിൻകഴുത്തിലൊന്ന് പിടിച്ചുകൊണ്ട് തലയിന്ന് ചുറ്റി കറക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലടി, നിനക്ക് എന്താ തോന്നുന്നത്? രേവതി ചേച്ചി സണ്ണിച്ചനെ സ്വീകരിക്കോ? ജോവളുടെ അടുത്തായി വന്നിരുന്നു. അതിപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ എന്ത് പറയാനാ? എങ്കിലും ചേച്ചിയുടെ ഒരു സ്വഭാവം വെച്ച് സണ്ണിച്ചനെ വേണ്ടെന്ന് പറയാനായിരിക്കും പോകുന്നത്. തെച്ചു ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സണ്ണിച്ചൻ മാനസമൈനെ പാടി നടക്കുമോ ഇനി? ജോ ചിരിയോടെ അവളെ തോളിൽ കൈയിട്ടു. ഏയ്, അവർ പ്രാക്ടിക്കലായിട്ട് തീരുമാനിക്കട്ടെ ജോ. അവരുടെ ജീവിതമല്ലേ, അതും ഒരു ജീവിതം. അതെങ്ങനെ എങ്ങും എത്താതെ പോകുന്നത് ശരിയല്ലല്ലോ. ദച്ചു പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു. അവളെ നോക്കിയിരിക്കുന്ന എറിക്കിനെ നോക്കി അവൾ ഒന്ന് കണ്ണു ചിമ്മി. രേവതിക്കൊന്നും പറയാനില്ലേ? ഞാൻ തന്നോട് പറഞ്ഞില്ലേ എൻ്റെ അമ്മച്ചി തന്നെ ഇരു കൈ നീട്ടി തന്നെ സ്വീകരിക്കുമെന്ന്. പിന്നെ തൻ്റെ വീഡിയോയുടെ കാര്യം. സണ്ണി അത് പറഞ്ഞുകൊണ്ടൊരു ദീർഘശ്വാസം എടുത്തു. രേവതി നിറഞ്ഞ കണ്ണുകളോടെ അവനെ മുഖം ഉയർത്തി ഒന്ന് നോക്കി. അവൻ എന്താണെങ്കിലും ഉണ്ടാക്കട്ടെ,
അതിൽ നിന്നെല്ലാം നിന്നെ ഞാൻ പൊതിഞ്ഞു പിടിച്ചോളാം. എൻ്റെ കൂടെ വന്നോടെ രേവതി. കഴിഞ്ഞതെല്ലാം മറന്നു കളഞ്ഞോടെടാ. നാളെ ഒറ്റയ്ക്കായി പോകുമ്പോൾ ഇപ്പം കാണിച്ചത് അബദ്ധമാണെന്ന് തോന്നും. സണ്ണി അവളെ കൈ കൂട്ടിപ്പിടിച്ചു. ഞാൻ ചേരില്ല ഇച്ചായന്. ഞാൻ ചീത്തയായതാ. അയാൾ എന്നെ വഞ്ചിച്ചു. ഞാൻ രേവതി മുഖം പൊത്തി കരയുന്നത് കണ്ട് സണ്ണി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. നീ മതിയടി. ഉള്ള ചേർച്ച മതി എനിക്ക്. എൻ്റെ അമ്മച്ചിയെയും പെങ്ങളെയും നോക്കുന്ന പോലെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. സണ്ണി നിറഞ്ഞ ചിരിയോടെ അവളെ തന്നിലേക്ക് അമർത്തി പിടിച്ചു. എനിക്ക് പേടിയിച്ചയ. അയാൾ അറിഞ്ഞാൽ. രേവതി അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏങ്ങലോടെ പറഞ്ഞു. ദച്ചുവിനിങ്ങനെ ഭ്രാന്തമായ ആവേശത്തിൽ പ്രണയിക്കുന്ന അവനെ എന്തായാലും എറിക്കി സാറിന് അറിയാതെ ഇരിക്കില്ലല്ലോ. ഇന്നിപ്പോൾ ദച്ചുവിൻ്റെ വാക്കിൻ്റെ പുറത്താണെങ്കിലും എന്നെ ഇങ്ങോട്ട് എറിക്കി സാർ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അത് ഇനി പുറം ലോകം കാണില്ലെന്ന് ഒരു ഉറപ്പ് എനിക്കുണ്ടടാ. ഇനി അതല്ലെങ്കിലും നിന്നിങ്ങനെ ചേർത്ത് പിടിക്കും ഞാൻ. സണ്ണി അവളെ തലയിൽ മെല്ലെ നിന്ന് ചുംബിച്ചു. മതി, ഇനിയെല്ലാം മിന്നുകെട്ട് കഴിഞ്ഞു മതി. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് ദച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു കേട്ടതും രേവതി വെപ്രാളത്തോടെ അവനിൽ നിന്നും പിടഞ്ഞു മാറി. പിന്നെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് മെല്ലെ നിന്ന് ദച്ചുവിനെ നോക്കി ചിരിച്ചു. മനസ്സിലായി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അപ്പം ഇനി രേവതി ചേച്ചി ജോലിക്ക് പോകുന്നില്ലല്ലോ അല്ലേ? ദച്ചു നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. ഏയ് വേണ്ട ദച്ചുട്ടാ, ഇവൾക്ക് ഞാനൊരു ജോലി കൊടുത്തോളാം. സണ്ണി ചിരിയോടെ രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് രേവതി അവനെ ഒന്ന് നോക്കി. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇന്ന് തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷടപടയെന്ന് ആക്കിക്കോ. അല്ലെങ്കിൽ പിന്നെ രേവതി ചേച്ചിയുടെ മനസ്സ് മാറിയാലോ? ദച്ചു ചിരിയോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. അമ്മച്ചിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. സണ്ണി ഇറക്കിനെ കൂടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതിന് അവനൊന്ന് മോളി. വെറുതെ ആവശ്യമില്ലാതെ കുറച്ച് സമയം മെനക്കെട്ടു. ഇത് പിന്നെ ഇവൾക്ക് നേരത്തെ ആയിക്കൂടെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. സണ്ണി പോയി കഴിഞ്ഞ് രേവതി അടുക്കളയിൽ പോയത് കണ്ടതും ദേവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. അതിപ്പോൾ ദേവേട്ടൻ എന്താ? ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ എന്ത് വില കൊടുത്തും ഒന്നിപ്പിക്കണം ദേവേട്ട. ദച്ചു ദേവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വലിയ കാര്യം പോലെ പറഞ്ഞു. എന്താണൊരാലോചന? രാത്രി ഫ്രഷായി ബെഡിൽ വന്ന് കിടക്കുമ്പോൾ ഇറക്കി കാണുന്നത് എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന ദച്ചുവിനെയാണ്. ഞാൻ നാളെ കോളേജിൽ പോകുന്നത് ആലോചിച്ച് അയച്ചാ. ഒത്തിരി ക്ലാസ് മിസ്സായില്ലേ ഇപ്പോൾ തന്നെ. ഇനിയിപ്പോൾ പഠിക്കുന്നത് വല്ലതും മനസ്സിലാകുമോ എന്തോ? ദച്ചു ഇറക്കിന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. അതൊക്കെ മനസ്സിലാകും. ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ പറഞ്ഞു തരാം. അതൊന്നും ഓർത്ത് ഈ കുഞ്ഞിത്തല ഇങ്ങനെ പോയിക്കാതെ ഉറങ്ങാൻ നോക്ക്. നാളെ മുതൽ ഇത്തിരി നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ? ഇറക്കി പറഞ്ഞു കേട്ടവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി. എന്തേ? അവളെ നോട്ടം കണ്ട് മനസ്സിലാവാതെ ഇറക്കി ചോദിച്ചു. അപ്പോൾ ഇന്നും ഒന്നുമില്ലേ ഈച്ചാ? ദച്ചു ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. നിനക്ക് എന്താ ദക്ഷ? അവളുടെ മുഖഭാവം കണ്ട് ചിരി വന്നെങ്കിലും അത് ഒതുക്കി പിടിച്ചുകൊണ്ട് ഇറക്കി ഗൗരവത്തോടെ ചോദിച്ചു. എനിക്ക് കുന്തം. ദേ ഇച്ചയാണ് കേട്ടിരുന്നൊന്നും ഞാൻ നോക്കൂല. ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് അവന് നേരെ വിരൽ ചൂണ്ടി. ഇപ്പം എൻ്റെ ദക്ഷയ്ക്ക് എന്താ വേണ്ടത്? ഈ മുഖം എങ്ങനെ വീർപ്പിക്കാതെ കാര്യം പറ. ഏറിക്ക് അവളെ എടുത്ത് തന്നെ മടിയിലിരുത്തിക്കൊണ്ട് അവളുടെ തലമുടി എല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇച്ചത് നടത്തി തരുമോ? ദച്ചു പൂരിക്കം ഉയർത്തിക്കൊണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി. എന്നെക്കൊണ്ട് പറ്റുന്നത് എന്തായാലും ഞാൻ ചെയ്തു തന്നിരിക്കും, ഉറപ്പ്. ഏറിക്ക് ചിരി ഒതുക്കിക്കൊണ്ട് അവളുടെ കൈ പിടിച്ച് അതിൽ കൈ അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ദച്ചുവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾ ചിരിയോടെ എരിക്കിൻ്റെ കഴുത്തിൽ കൈ ചുറ്റി. അതിലേച്ചാ? ദച്ചു വിരൽ കൊണ്ട് അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾ പിടിച്ച് വലിച്ചുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. നീ ചോദിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കിടക്കാൻ നോക്ക്. എരിക്ക് അവളുടെ കൈ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ മുഖം വീർപ്പിച്ചു. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. എന്താ വേണ്ടെന്ന് ഞാൻ പറയട്ടെ ഈച്ചാ? തന്നിൽ തന്നെ തറഞ്ഞു നിൽക്കുന്ന എറിക്കിൻ്റെ കണ്ണിൽ നോക്കി പ്രണയത്തോടെ ദച്ചു ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ അവളെ ചുണ്ടിലായി പതിഞ്ഞു. അതിൻ്റെ ഫലമായി ഒരു വശ്യ പുഞ്ചിരി അവനിൽ വിരിഞ്ഞു. പറഞ്ഞു. എറിക്ക് സ്വകാര്യം പോലെ പറഞ്ഞുകൊണ്ട് അവളെ ഇടുപ്പിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് തന്നിലേക്ക് കൂടുതൽ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് നോക്കിക്കൊണ്ട് ദച്ചു മുഖമുയർത്തി അവൻ്റെ ചുണ്ടിൽ നിന്ന് അമർത്തി മുത്തി. അവൾ എന്താ ചെയ്യുന്നതെന്നറിയാൻ എറിക്ക് അങ്ങനെ തന്നെ ഇരുന്നു കൊടുത്തു. അവിടെ നിന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവനിൽ നിന്നും വേർപെട്ട ദച്ചുവിനെ നിരാശമുറ്റ കണ്ണുകളോടെ എറിക്കെന്ന് നോക്കി. അവനെ വശ്യമായി നിന്ന് നോക്കിക്കൊണ്ട് ദച്ചു അവനുമായി ബെഡിലേക്ക് മറിഞ്ഞു. പിന്നെ എറിക്കിനെ ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുന്നേ അവൻ്റെ ചുണ്ടിൽ ചുണ്ടു ചേർത്ത് അവൻ്റെ കീഴ്ചുണ്ട് പതിയെ കടിച്ചെടുത്തുകൊണ്ട് നുണഞ്ഞു തുടങ്ങി. അവൾ ആ പ്രവൃത്തി പ്രതീക്ഷിക്കാതെ ഇരുന്ന എറിക്കിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൻ്റെ കൈ വിരൽ അവളിൽ മുറുകി തുടങ്ങിയതും ദച്ചു എറിക്കിൻ്റെ മേൽച്ചുണ്ടും തൻ്റെ ചുണ്ടിനും ഇടയിലാക്കിയിരുന്നു. ദച്ചുവിൻ്റെ കൈ അവൻ്റെ താടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനിൽ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അവനെ ചുംബിച്ചു തുടങ്ങി. അവളുടെ കിതപ്പ് കൂടി വന്നതും ദച്ചു ചുണ്ടുകൾ അവനിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് എറിക്കിൻ്റെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് കിതപ്പടക്കി. ക്ഷീണിച്ചോ? അവളെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് എറിക്കി അവളെ ചെവിയിലായി ചോദിച്ചു. ആദ്യമായിട്ടല്ലേ ഈച്ച? അതെങ്ങനെ? സാരില്ല, പതിയെ പതിയെ ഞാൻ പഠിച്ചെടുത്തോളാം.
ശ്വാസമൊന്ന് നേരെയായതും അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു കേട്ട് എരിക്ക് മെല്ലെ എന്ന് ചിരിച്ചു. അവൻ്റെ ചിരിയിൽ കണ്ണുടക്കി വെച്ചു എന്തെന്നതുപോലെ അവനെ പുരുകമുയർത്തിയെന്ന് നോക്കി. ഞൊടിയുടെ നേരം കൊണ്ട് അവൾ സ്ലീവ്ലെസ് ടോപ്പ് അവളിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് ഇറക്കി അവളുമായി ഒന്നും മറിഞ്ഞു. ദച്ചു ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകും മുന്നേ തന്നെ എരിക്ക് അവളെ ചുണ്ടിനെ കടിച്ചെടുത്ത് നുണങ്ങി തുടങ്ങിയതും ഒന്നേങ്ങിക്കൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർന്ന് പോയി ദച്ചു. അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണങ്ങിനൊപ്പം എരിക്കിൻ്റെ കൈകൾ അവളുടെ അർദ്ധനഗ്നമായ മാറിൽ ഇഴഞ്ഞു തുടങ്ങിയിരുന്നു. ഇച്ഛ. അവളുടെ ചുണ്ടിൽ നിന്നും എരിക്കിൻ്റെ ചുണ്ടൊന്ന് വഴുതിപ്പോയതും ദച്ചു ശീലക്കാരത്തോടെ അവനെ അടക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു. അവളുടെ ചുണ്ടിൽ വീണ്ടും ചുണ്ടുകൾ ചേർത്തവൻ നുണഞ്ഞുകൊണ്ട് അവളെ അടക്കി പിടിച്ചു. ദച്ചു അവൻ്റെ ശരീരത്തിന് അടിയിൽ കിടന്ന് പൊളഞ്ഞു. അവളുടെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ മാറ്റിക്കൊണ്ട് ഇറക്കിയ മുഖം അവളുടെ മാറിടുക്കിലേക്ക് പോഴ്ത്തി. ഇച്ഛ. ദച്ചു മിഴിഞ്ഞുപോയ കണ്ണുകളോടെ എരിക്കിൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം പിടിച്ചുയർത്താൻ നോക്കി. പക്ഷെ അവളുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ഇറക്കി അവളെ വേദനിപ്പിക്കാതെ ഇടത് മാറിൽ പതിയെന്ന് കഴിച്ചു. പിന്നെ അവിടെ നുണഞ്ഞെടുത്തുകൊണ്ട് അമർത്തി നിന്ന് ചുംബിച്ചു. ഇപ്പോഴെങ്ങനെ വാടിപ്പോയാൽ ബാക്കി കൂടി ആകുമ്പോൾ എന്താകും? ദച്ചുവിൻ്റെ വാടിപ്പോയി മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ഒരു ചിരിയോടെ ഇറക്കി പറയുമ്പോൾ അവൾ അവരെ നിന്ന് കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ പറഞ്ഞിട്ട് ചെയ്തോടെ, പെട്ടെന്നായതുകൊണ്ടൊന്ന് പേടിച്ചു പോയെന്നേ ഉള്ളൂ. ദച്ചു കണ്ണിറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ ചിരിയോടെ അവളെ നെഞ്ചിലൊന്ന് മുഖം അമർത്തി. അത് കണ്ട് ദച്ചു എറിക്കിൻ്റെ മുഖം കൂടുതൽ അവിടേക്ക് ചേർത്ത് വെച്ചു. ഇതൊക്കെ ഞാൻ കണ്ടതിൽ നാണമൊന്നുമില്ല പെണ്ണ് നിനക്ക്. അല്പനേരം അങ്ങനെ കിടന്നുകൊണ്ട് ഇറക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് വിരൽ കൊണ്ട് കളം എഴുതി ചോദിച്ചു കേട്ട് അവളൊന്ന് ചിരിച്ചു. എന്നായാലും ഇതൊക്കെ ഇച്ചയ്ക്കുള്ളത് തന്നെയാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ നാണിക്കുന്നേ? ദച്ചു എറിക്കിൻ്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ഇതുകൂടെ അങ്ങ് മാറ്റിയേക്കാം അല്ലേ? നിനക്ക് നാണമൊന്നും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ വിശദമായി ഇതെല്ലാം കാണുകയും ചെയ്യാം. എറിക്ക് പറഞ്ഞുകൊണ്ട് അവളെ ഇൻ്റർൻ്റെ ഹുക്കിൽ കൈ വെച്ചതും ദച്ചു അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ആ കൈകൾ പിടിച്ചു മാറ്റി. നാണമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് എറിക്ക് അവളുടെ മുഖത്തേക്ക് ചിരിയോടെ നോക്കി. ഇപ്പോൾ ഇത്തിരി വരുന്ന പോലെ ഇച്ച. ദച്ചു ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അവനൊരു ചിരിയോടെ അവളെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. ഉറങ്ങിക്കോ, ഇല്ലെങ്കിലെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും. എറിക്ക് അവളിൽ നിന്നും അഴിച്ചെടുത്ത ടീഷർട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ദച്ചു അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് കണ്ണുകളടച്ചു. അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് ഇറക്കി കണ്ണുകളടച്ചു. ഉറക്കത്തിൽ ഇറക്കിൻ്റെ ഫോൺ അടിച്ചതും ദച്ചുവിനെ തന്നെ നെഞ്ചിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇറക്കി അതിലേക്കൊന്ന് നോക്കി. പരിചയമില്ലാത്ത നെറ്റ് നമ്പർ കണ്ട് അവന് ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. അപ്പോൾ ഇറക്കിന് എന്നെ മനസ്സിലായിന്ന് സാരം അല്ലേ? അതല്ലേ എൻ്റെ വീട്ടിൽ ഇന്നിങ്ങനൊരു റൈഡ്. അവളുടെ ആ വീഡിയോ അടങ്ങിയ ലാപ്പല്ലേ നിൻ്റെ ആളുകൾ എൻ്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോയത്? കോളെടുത്തതും അപ്പുറത്തുനിന്നും കനപ്പിച്ച ശബ്ദം കേട്ടതും ഏറിക്കൊന്ന് ചിരിച്ചു. രേവതിയെ പറ്റിച്ച് നീ അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു അവളെ നിന്നിൽ നിന്നും സ്വതന്ത്രമാക്കണമെന്ന്. അത് അവളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിന്നോടുള്ള പേടി കൊണ്ട്. ചിലപ്പോൾ എൻ്റെ ദക്ഷ അവൾ അപകടത്തിൽ ചാടിച്ചാലോ? ഏറിക്ക് ബെറ്റിൽ ചാരി ഇരുന്നുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. എല്ലാം നീ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയെല്ലാം നമുക്ക് നേർക്ക് നേരെ മതിയല്ലേ? അതല്ലേ ഇനി നല്ലത്? ഇനിയിപ്പോൾ നിൻ്റെ മുന്നിൽ ഒളിച്ചു കളിച്ചിട്ട് എന്ത് പ്രയോജനം? മറുവശത്തും പല്ല് കഴിച്ചിട്ടുള്ള ശബ്ദം. അല്ലെങ്കിൽ ഞാനല്ലല്ലോ ഈ ഒളിച്ചുകളി നടത്തുന്നത്. എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നീ തന്നെയല്ലേ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഏറിക്ക് പുച്ഛത്തോടെ പറഞ്ഞു. നാളെ തന്നെ ഞാൻ നിൻ്റെ മുന്നിൽ വരാം എറിക്. അവളെ ഞാൻ അത്രമേൽ ആഗ്രഹിച്ചു പോയ എൻ്റെ ദക്ഷിണയെ നീ സ്വന്തമാക്കിയത് നേരിട്ട് കണ്ടതാ ഞാൻ. ഇനിയിപ്പോൾ എൻ്റെ കൈ കൊണ്ട് നിൻ്റെ ജീവൻ പോയിട്ടല്ലാതെ അവളെ ഞാൻ സ്വന്തമാക്കില്ല, പക്ഷെ സ്നേഹിക്കും. വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ പറഞ്ഞതും ഏറിക്ക് ദേഷ്യത്തിൽ കൈമോഷ്ടി ചുരുട്ടി പിടിച്ചു. മോനെ, നീ എൻ്റെ പെണ്ണെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിനെല്ലാം കൂടെ ചേർത്ത് നീ അനുഭവിക്കും. ഞാനാണ് പറയുന്നത്. എനിക്ക് ദേഷ്യത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞതും മറുവശം പൊട്ടിച്ചിരി ഉയർന്നു. അവൾക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാകും മെറി. അത്രയ്ക്ക് ഭ്രാന്താണ് എനിക്കവൾ. ഞങ്ങളുടെ ഇടയിലേക്ക് നീ വരരുതായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടതും ഇറുക്കി പല്ല് കഴിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. നമുക്ക് കാണാം. ഇറുക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മാറ്റി വെച്ചു. പിന്നെ ഉറങ്ങുന്ന ദച്ചുവിനോട് ഒട്ടിച്ചേർന്ന് കിടന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു.